സൂരജ്, ഇപ്പോൾ മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ദൃശ്യങ്ങൾ അത് വ്യക്തമാണ്. വിവരങ്ങൾ പ്രജിൻ, തീർച്ചയായും ഇവിടുത്തെ പൊതുദർശനം ഏകദേശം അവസാനിപ്പിക്കുകയാണ്. മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ സമീപത്തെ തന്നെ 2 ശ്മശാനങ്ങളിൽ ഈ മൃതദേഹം സംസ്കരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഈ സമീപത്തെ 2 ശ്മശാനങ്ങളിൽ മൃതദേഹം സംസ്കരിക്കും. അതായത് അല്പസമയത്തിനകം തന്നെ വീട്ടിൽ നിന്ന് മൃതദേഹം കൊണ്ടുപോവുകയും ചെയ്യും. ഈ മകൾ അഖിലയുടെ ആഗ്രഹമായിരുന്നു അവസാനമായി അച്ഛന്റെ മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തിക്കണം, ഇവിടെ വെച്ച് സംസ്കാര ചടങ്ങുകൾ നടത്തണമെന്നത് മകളുടെ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹപ്രകാരമാണ് മൃതദേഹം ഇങ്ങോട്ട് എത്തിച്ചത്. ഇപ്പോൾ മൃതദേഹം പൊതുദർശനം അവസാനിപ്പിച്ച് സംസ്കാര ചടങ്ങുകൾ ഏകദേശം പൂർത്തിയായിരിക്കുന്നു. വീട്ടിലെ ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. മൃതദേഹത്തിന്റെ മുഖം മൂടിക്കിട്ടുന്ന ചടങ്ങാണ് ഇപ്പോൾ. ആരെങ്കിലും അവസാനമായി കാണാനുള്ളവർ ഉണ്ടെങ്കിൽ കാണാൻ പറയുന്നു. അതിനുശേഷം ഈ മുഖം മൂടിക്കെട്ടിയതിനു ശേഷം ഈ മൃതദേഹം സംസ്കരിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകും. ഇതിനോട് ചേർന്ന് തന്നെയുള്ള 2 പൊതു ശ്മശാനങ്ങളിലാണ്. അത് ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് സംസ്കരിക്കുന്ന ശ്മശാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ 2 ശ്മശാനങ്ങളിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. അതിൽ പഞ്ചായത്ത് അധികൃതരടക്കമാണ് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രജിൻ, പക്ഷേ ഈ നാട്ടുകാരെ സംബന്ധിച്ച് ഈ 2 പേരുടെ വേർപാട് അത് താങ്ങാൻ കഴിയുന്നില്ല. ഒരു നാടാകെ ഈ കുടുംബത്തിനൊപ്പം, ഈ പെൺകുട്ടികൾക്കൊപ്പം തേങ്ങുന്ന സങ്കടകരമായ കാഴ്ചയാണ്. അച്ഛ എന്ന് വിളിച്ചത് അഖില കരയുന്നത് നമുക്കിവിടെ കേൾക്കാം. അത് ഇന്നലെ മുതൽ ഈ അഖിലയും ഒക്കെയായി നമ്മൾ സംസാരിക്കുന്നതാണ് പ്രജിൻ. അതായത് ആ കുട്ടി എത്രമാത്രം നിസ്സഹായാവസ്ഥയോടുകൂടി ഇന്നലെയൊക്കെ സംസാരിക്കും. തന്നെ കൊണ്ട് സാധിക്കാവുന്നതിന്റെ അങ്ങേയറ്റം ഈ സർക്കാരിനെ വിശ്വസിച്ചു, ഈ ഭരണകൂടത്തെ വിശ്വസിച്ചു, പോലീസിനെ വിശ്വസിച്ചു. തങ്ങൾക്ക് അഭയമാകും, തങ്ങൾക്ക് കരുതലാകും എന്ന് കരുതിയ ഒരു കരങ്ങളിൽ നിന്നും തങ്ങൾക്ക് സംരക്ഷണം ലഭിക്കാതെ പോയതിന്റെ നിസ്സഹായാവസ്ഥ അത് ഇന്നലെ മുതൽ അഖിലയുടെ വാക്കുകളിൽ നമ്മൾ കേൾക്കുന്നതാണ്. അതിന്ന് ഒരു കണ്ണീർ പുഴയായി മാറുന്നു. ഈ കണ്ണീർ പുഴയുടെ തീച്ചൂളയിൽ ആരൊക്കെ പെടും എന്ന് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടി വരും. അത്രമാത്രം വേദനാജനകമായ ഒരു കാര്യം. കാരണം 2019 അഖിലയുടെ അമ്മ സജിതയെ കൊലപ്പെടുത്തുന്ന മൃതദേഹം ഇവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് വലിയ വായിൽ കരയുന്നത് നമുക്ക് ഇവിടെ നിന്ന് കേൾക്കാം. കരച്ചിലുകൾ, അങ്ങനെ ഈ കാതടപ്പിക്കുന്ന കരച്ചിലുകൾ നമുക്ക് ഇവിടെ മുഴങ്ങുന്നുണ്ട് പ്രജിൻ. അത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. കാര്യം ആരോരും ഇല്ലാതായി പോകുന്നതിന്റെ അഖിലത അവസാനമായി അച്ഛനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് അഖില വരുന്നു. അതോടൊപ്പം തന്നെ സുധാകരന്റെ ബന്ധുക്കളെല്ലാം തന്നെ സുധാകരനെ കാണാൻ വേണ്ടി വരുന്നതിന്റെ ദൃശ്യങ്ങളാണ്. അവസാനമായി കാണാൻ വേണ്ടി വരുന്നതാണ്. അവരെ എല്ലാവരെയും ആശ്വസിപ്പിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഇവിടെ നിൽക്കുന്നവർക്ക് പോലും ഈ സങ്കടം അടക്കിപ്പിടിക്കാൻ കഴിയുന്നില്ല. അവരെ ആശ്വസിപ്പിക്കാൻ പോലും കഴിയുന്നില്ല. അഖിലയൊക്കെ ഉൾപ്പെടെ കരഞ്ഞ് തളർന്ന അഖിലയെ ചേർത്ത് നിർത്തിയവർക്ക് പോലും ഈ കണ്ണീരടക്കാൻ പറ്റുന്നില്ല. കണ്ണീര് അടക്കിപ്പിടിക്കാൻ കഴിയാത്തൊരു നിസ്സഹായ നാടാകെ തേങ്ങിപ്പോകുന്നു. 2019 അഖിലയുടെ അമ്മ സജിത കൊല്ലപ്പെട്ടതിന് ശേഷം അന്ന് ഈ നാടാണ് ഈ കുടുംബത്തെ ചേർത്ത് പിടിച്ചത്. ഈ നാട് കുടുംബത്തെ ചേർത്ത് പിടിച്ചു. ആ കരുതലിലാണ് ഈ കുടുംബം പിന്നീട് ഈ ദുരിതക്കയങ്ങൾ കയറി വന്നത്. അഖിലയാകട്ടെ പഠനത്തിൽ മികവ് പുലർത്തുന്ന ഒരു കുട്ടിയായി മാറി. നാട്ടുകാർക്ക് തന്നെ അഭിമാനമാകുന്ന ഒരു കുട്ടിയായി മാറുന്നു. ഇതിനിടയിലാണ് ചെന്താമര എന്ന കൊലയാളി കൊടും ക്രിമിനൽ പുറത്തിറങ്ങുന്നതും ഇവരുടെ ജീവനും സ്വത്തിനും എല്ലാം വെല്ലുവിളിയായിക്കൊണ്ട് ഈ മേഖലയിലേക്ക് വരുന്നത്. അപ്പോഴാണ് ഇവർ പോലീസിനെ സമീപിക്കുന്നത്. തങ്ങൾക്ക് ഒരു അഭയം വേണം, തങ്ങളുടെ ജീവന് ഭീതിയാണ്, അച്ഛന്റെ ജീവന് ഭീതിയാണ്, അച്ഛനെ കൊലപ്പെടുത്തുമെന്ന് പറയുന്നു. അതുകൊണ്ട് സഹായാവസ്ഥയോടുകൂടി നെന്മാറ പോലീസിന് ഒരു പരാതി നൽകുന്നു. ആ പരാതിയിന്മേൽ ഈ പ്രതിയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുമ്പോൾ ഇവർക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു, തങ്ങൾക്ക് നീതി ലഭിക്കും. ഇനി ഈ ചെന്താമര എന്ന കൊലയാളി തങ്ങളുടെ വീട്ടുമുറ്റത്ത് ഈ വടിവാള എന്തിക്കൊണ്ട് ഇനി തങ്ങളുടെ സ്വപ്നങ്ങൾക്ക് അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതത്തിന് വെല്ലുവിളിയാകാൻ എത്തില്ല എന്ന് കരുതി. പക്ഷേ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ പോലീസ് ആകട്ടെ 15 മിനിറ്റ് നേരം ഈ ചെന്താമരയുമായി സംസാരിക്കുന്ന ചെന്താമര തമിഴ്നാട്ടിലേക്ക് പൊയ്ക്കൊള്ളാം എന്ന് പോലീസിന് നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഈ ചെന്താമരയെ വിശ്വസിച്ച് അവിടെ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്തു. പക്ഷേ പിന്നീട് ഇവിടെ എത്തിയ ചെന്താമര കൃത്യമായി ഈ ഇവരുടെ കൊലപാതകത്തിന് വേണ്ടിയുള്ള ആസൂത്രണങ്ങൾ നടത്തുന്നു. തൊട്ടു മുകളിലത്തെ വീടാണ്. അതായത് ഈ മൃതദേഹം ഇപ്പോൾ കിടത്തിയിരിക്കുന്നതിന് നേരെ എതിർവശത്താണ്. ചെന്താമരയുടെ വീട്ടിൽ നിന്ന് ആ ജനാല തുറന്നാൽ ഇവരുടെ ഈ വീട്ടുമുറ്റം കാണാം. അങ്ങനെ കൃത്യമായി പ്ലാൻ ചെയ്ത് ചെന്താമര 2 ജീവനുകൾ കൂടി അപഹരിക്കുന്നു. അതും ഈ സുധാകരനെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന സുധാകരന് നേരെ വടിവാള ഒങ്ങിക്കൊണ്ട് സുധാകരനെ പലകുറി വെട്ടുന്നത്. ഇത് കണ്ടാണ് അമ്മ ലക്ഷ്മി അങ്ങോട്ടേക്ക് തന്റെ മകന്റെ ജീവൻ പിടയുന്നത് കണ്ട്, മകൻ മരണത്തോട് മല്ലടിക്കുന്നത് കണ്ടാണ് അമ്മ ലക്ഷ്മി അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നത്. ആ സമയത്ത് അമ്മയുടെ തലയ്ക്ക് അതിമാരകമായി വെട്ടുകയാണ്
തല നമ്മുടെ നെറ്റിയോട് ചേർന്ന് ആഴത്തിലുള്ള മുറിവ് എന്നുള്ളതാണ് ഈ ഡോക്ടർമാർ പറയുന്നത്. ഈ നെറ്റിയിലെ മുറിവെന്ന് പറഞ്ഞാൽ ഒരു കൈപ്പത്തി ഇറങ്ങിപ്പോകുന്ന വലിപ്പത്തിലായിരുന്നു ആ നെറ്റിയിലെ മുറിവെന്നുള്ളതാണ് പറയുന്നത്. അത്രമാത്രം കൊടും ക്രൂരമായ കൊലപാതകം ഈ ചെന്താമര നടത്തി എന്നുള്ളതാണ്. അത്രമാത്രം, അതായത് കണ്ടു നിന്നവർക്ക് പോലും ഭയാനകമായി തോന്നുന്ന, ആർക്കും തന്നെ, അതായത് ഇന്നലെ ഈ ഫോറൻസിക് ഉദ്യോഗസ്ഥരടക്കം ഇതിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്ന സമയത്ത് ഒരു ഉദ്യോഗസ്ഥനടക്കം കുഴഞ്ഞു വീഴുന്ന നിലയുണ്ടായി. അത്രമാത്രം ദാരുണമായ രീതിയിലുള്ള കൊലപാതകമായിരുന്നു ഈ ചെന്താമര നടത്തിയത്. കുടുംബത്തെ സംബന്ധിച്ച്, നാട്ടുകാരെ സംബന്ധിച്ച് അതിന്റെ ഞെട്ടലിൽ തന്നെയാണ്. ഈ പോലീസിലൊക്കെ പരാതി നൽകിയതിന്റെ ഉറപ്പിൽ ചെന്താമര ഒരു കാരണവശാലും തങ്ങളെ ആക്രമിക്കില്ല എന്നൊരു വിശ്വാസം ഇവർക്ക് അറിഞ്ഞോ അറിയാതെയോ ഉള്ളിൽ എവിടെയോ ഉണ്ടായിരുന്നു. പക്ഷേ ആ വിശ്വാസം തകർത്തു എന്ന് മാത്രമല്ല, 2 ജീവനുകൾ കൂടി അപഹരിച്ചിരിക്കുകയാണ്. അഖിലയെ സംബന്ധിച്ച് ഇനിയൊരു ചേച്ചി ഉള്ളതൊഴിച്ചാൽ, ആ ചേച്ചി വിവാഹം കഴിഞ്ഞതാണ്, പക്ഷേ ഇനി അഖിലയ്ക്ക് ആര് കൂട്ട് എന്നുള്ളതാണ് അഖില ചോദിക്കുന്നത്, ഈ നാട് ചോദിക്കുന്നത്. അങ്ങനെ തീർത്തും ഒറ്റപ്പെട്ട അന്തരീക്ഷത്തിലേക്ക് അഖില മാറുന്നു, സുധാകരന്റെ മകൾ അഖില മാറുന്നു. അങ്ങനെ ഒരു നാടാകെ ചേർത്ത് പിടിച്ച ഒരു കുടുംബം, ആ കുടുംബത്തിലെ 2 ജീവനുകൾ അങ്ങനെ ഇല്ലാതായിരിക്കുന്നു. അതിന്റെ ഒരു ഞെട്ടലിൽ തന്നെയാണ്, അതിന്റെ ഒരു വേദനയിൽ തന്നെയാണ് ഈ നാടാകെ ഉള്ളത്. ആ മൃതദേഹം ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് എടുത്തിരിക്കുന്നു. ആംബുലൻസിലേക്ക് ഈ മൃതദേഹം മാറ്റുകയാണ്. സമീപത്തെ ശ്മശാനത്തിലേക്ക്, പൊതുശ്മശാനത്തിലേക്കാണ് ഇപ്പോൾ ഈ മൃതദേഹം കൊണ്ടുപോകുന്നത്. നെന്മാറയിലെ തന്നെ സമീപത്തെ ശ്മശാനത്തിലേക്ക് ഈ മൃതദേഹം കൊണ്ടുപോകും. അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ. വീട്ടിലെ സംസ്കാര ചടങ്ങുകൾ അടക്കം പൂർത്തിയായിരിക്കുന്നു. അനുജനുണ്ട്, അനുജനാണ് സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. ഇപ്പോൾ മൃതദേഹം 2 ആംബുലൻസുകളിലേക്കും കയറ്റി കഴിഞ്ഞു. ഈ ആംബുലൻസുകളിൽ ഒന്ന് പുറപ്പെടുകയും ചെയ്തു. ഇനിയിപ്പോൾ 2ാമത്തെ ആംബുലൻസ് ആണ് നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത്. 2ാമത്തെ ആംബുലൻസും വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്. മകൾ അഖില വീടിന്റെ ഉമ്മറപ്പടിയിൽ അങ്ങനെ കരഞ്ഞ് തളർന്ന് അഖില ഇരിപ്പുണ്ട്. അഖിലയുടെ ചേച്ചി ഇരിപ്പുണ്ട്. സന്തോഷത്തോടു കൂടി ജീവിക്കണമെന്ന് കരുതിയ വീടാണ്. ഈ വീട്ടിലാണ് ഇപ്പോൾ കരഞ്ഞ് കലങ്ങിയ കണ്ണും മനസ്സും ശരീരവും എല്ലാമായി അകലെ ഇരിക്കുന്നത്. ഇതിന് സമീപത്ത് തന്നെ സുധാകരൻ ഒരു 10 സെന്റ് സ്ഥലം ഏകദേശം ഒരു 6 കൊല്ലം മുമ്പ് വാങ്ങിയതാണ്. അതായത് ഈ വടിവാള ഊങ്ങി ചെന്താമര ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് തന്റെ കുടുംബത്തെ കാക്കുന്നതിന് വേണ്ടി ഈ 10 സെന്റ് ഭൂമിയിൽ ഒരു കൂര കെട്ടിയാൽ പോലും അവിടെ സ്വൈര്യമായി ജീവിക്കാമല്ലോ എന്ന് കരുതി ഒരു കൂര കെട്ടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ആദ്യം ഈ സുജാതയെ കൊലപ്പെടുത്തുന്നത്. സുജാതയെ കൊലപ്പെടുത്തി എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയെടുത്തു നിന്ന് എല്ലാം ജീവിതം തിരികെ പിടിക്കുന്നു. പതിയെ സുധാകരൻ 2 പെൺമക്കളെ ചേർത്തു നിർത്തുന്നു. ഒരാളെ വിവാഹം കഴിച്ച അയപ്പിക്കുന്നു. അതിനുശേഷം അഖില പഠനത്തിൽ മികവ് പുലർത്തുന്നു. അങ്ങനെ തന്റെ സ്വപ്നങ്ങൾ വീണ്ടും സ്വപ്നങ്ങളിലേക്ക് പതിയെ, അതായത് ഭാര്യയുടെ വേർപാട് മറന്ന് വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ഒരു തയ്യാറെടുപ്പ് നടത്തുന്നതിനിടയിലാണ് വീണ്ടും ചെന്താമര ഇവിടെ എത്തുന്നതും സുധാകരനും സുധാകരന്റെ അമ്മയുടെയും 2 ജീവനുകൾ അപഹരിക്കുന്നത്. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, 100 കണക്കിന് ആളുകളാണ് അവസാനമായി ഇരുവരെയും, സുധാകരനെയും അമ്മ ലക്ഷ്മിയും എല്ലാം കാണുന്നതിന് വേണ്ടി എത്തിയതിൽ ജനപ്രതിനിധികളുണ്ട്, നാട്ടുകാരുണ്ട്. ഈ നാട്ടുകാരെയൊക്കെ സംബന്ധിച്ച് അവർക്കും ഈ മൃതദേഹം ഇങ്ങോട്ട് കൊണ്ടുവരില്ല എന്നറിഞ്ഞപ്പോൾ അവർക്കെല്ലാവർക്കും വലിയ സങ്കടമായിരുന്നു. അഖിലയുടെ ഒരു അഖിലയാണ് ഈ മൃതദേഹം ഇവിടെ കൊണ്ടുവരണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചത്. അഖിലയുടെ ആഗ്രഹത്തിന്റെ ഭാഗമായാണ് ഈ മൃതദേഹം ഈ വീട്ടിലേക്ക് എത്തിച്ചത്. എന്തായാലും നാട് വിട ചൊല്ലുകയാണ്. സുധാകരനും അമ്മ മഹാലക്ഷ്മിക്കും അങ്ങനെ ഒരു നാട് വിട ചൊല്ലുന്നു. ദുരിതങ്ങളിൽ ചേർത്തു നിർത്തിയ നാടാണ്. ആ ചേർത്തു നിർത്തലുകൾ വെറുതെയായി പോകുന്നു എന്ന നിസ്സഹായ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഈ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രജിത്ത്, വ്യക്തമാണ് സൂരജ്. എന്തായാലും പോലീസ് കൃത്യസമയത്ത് ഇടപെട്ടിരുന്നുവെങ്കിൽ, ഈ കുടുംബത്തിന്റെ പരാതി കേട്ടിരുന്നുവെങ്കിൽ, ആ പരാതി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഈ 2 കൊലപാതകങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. അവിടെ 2 കുട്ടികളുടെ വിലാപം, ആ കുടുംബാംഗങ്ങളുടെ വിലാപം അത് ഉയരുമായിരുന്നില്ല. ഇത് കൃത്യമായി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ നിസ്സംഗതയാണ്, അനാസ്ഥയാണ്.